രാവണി ചുമച്ചാലും കവിതയാണ്. കഴിഞ്ഞ 40 വർഷമായിട്ടുള്ള എൻ്റെ സ്നേഹിതനാണ് രാവുണ്ണി. ഞാൻ നാടകം കളിക്കാൻ തുടങ്ങിയ സമയത്ത് റൂട്ടിൽ പ്രവർത്തിക്കുന്ന കാലം മുതലുള്ള സൗഹൃദമാണ് രാവുണ്ണിയായിട്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ രാവുണ്ണി എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ്. കവിത വിതച്ച് നടക്കുക എന്ന വാക്ക് പറയുന്ന പോലെ തന്നെയാണ് ഞങ്ങളുടെ ഗുരുനാഥനെ കുറിച്ച് നാടകം വിതച്ച് നടന്ന ഒരാൾ എന്ന ഒരു പുസ്തകത്തിന് ടൈറ്റിലിട്ട ആളാണ് പ്രിയങ്കരനായ അധ്യക്ഷൻ രാവുണ്ണി. അതുപോലെ ഞങ്ങളുടെ സംഗീത സംഘടനയുടെ വളരെ വൈസ് പ്രസിഡന്റും ഗായികയുമൊക്കെ ആയിട്ടുള്ള ശോഭ മാഡം, നിങ്ങളുടെ എല്ലാം പ്രിയങ്കരിയായ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് എൻ്റെ മകളായ ഇന്ദുലേഖ, അവരെ ഡേവിസ്, ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ, മറ്റ് പ്രിയപ്പെട്ടത്, പിന്നെ നമ്മുടെ സ്വാഗതം പറഞ്ഞ നമ്മുടെ പ്രിയങ്കരിയായ റീബ പോൾ, പ്രിയപ്പെട്ടവരെ, അധ്യാപകനായും പിന്നീട് ബാങ്ക് ഉദ്യോഗസ്ഥനായും ബാങ്ക് അസിസ്റ്റന്റ് മാനേജരായും യുറേക്കയുടെ പ്രത്താധിപ സമിതി അംഗമായും പാട്ടെഴുത്തുകാരനായും കവിയായും നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഈ ജിനൻ എന്ന ഞങ്ങളുടെ പ്രിയങ്കരനായ ജിനൻ മാഷിൻ്റെ കാവ്യ ജീവിതത്തിൻ്റെ 50 ആണ്ടുകൾ ഇങ്ങനെയൊന്നും ആഘോഷിച്ചാൽ പോരാ എന്നാണ് പറയാൻ ഉള്ളത്. ആദ്യമായി വൈലോപ്പിള്ളയുടെ പേരിലുള്ള ഹാള് വളരെ ചെറുതാണ്. MT സാറിൻ്റെ പേരിട്ടിരിക്കുന്ന ഹാള് വളരെ വലുതൊന്നുമില്ല. റീജിയണൽ തിയേറ്ററിൽ വെച്ചൊക്കെ ചെയ്യേണ്ടതാണ്. അത് ഞങ്ങൾ നടത്താനുള്ള പരിപാടിയുണ്ട്. പക്ഷേ വളരെ ഗംഭീരമായിട്ട് ഇത് പിന്നെ കാവ്യശിഖ ആയതുകൊണ്ട് കവിത പോലെ തന്നെ ഒരു ചെറിയ സംഘടനയാണെന്നാണ് രാവുണ്ണി പറഞ്ഞത്. ഏതൊരു കലയും കവിത പോലെ ആകണം എന്നാണ് പൊതുവെ പറയുക. നമ്മുടെ ഇപ്പോൾ നോവലായാലും നോവൽ വായിച്ചു കഴിഞ്ഞാൽ അത് കവിത പോലെ നമുക്ക് അവസാനം അതിൽ എന്തെങ്കിലും കിട്ടണം. നോവലായാലും കഥയായാലും പാട്ടായാലും ചിത്രകലയായാലും ശില്പകലയായാലും എല്ലാം കവിതയോളം എത്തണം എന്നാണ് പറയുക. നാടകമായാലും ഞാനത് പറയാൻ വരികയാണ്. നാടകാന്തം കവിത്വം എന്ന ഒരു പ്രയോഗമുണ്ട്. എല്ലാം കവിതയോളം എത്തണം എന്നാണ് പറയാം. അപ്പോൾ എന്താണ് കവിത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ സൂര്യപ്രകാശത്തെ ഒരു ചരാതിലെ വെളിച്ചമാക്കി മാറ്റുന്ന പോലെയാണ്. സൂര്യപ്രകാശം ചരാതിലെ നാളം വലിയ ഒരു നിലാവിനെ മിന്നാമിനിങ്ങിൽ ഒളിപ്പിച്ചു വയ്ക്കുന്ന പോലെയാണ് കവിത. അടുത്ത് ഗംഭീര പ്രകാശമായിരിക്കും, ആശയപ്രപഞ്ചം വളരെ വലുതായിരിക്കും. അങ്ങനെയാണ് നമ്മുടെ എല്ലാ കവികളും അവരുടെ കവിതകൾ എഴുതി, രാവുണ്ണി അടക്കമുള്ള പ്രിയപ്പെട്ടവരെല്ലാവരും. ജിനൻ മാഷെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ ഇവിടെ അധ്യക്ഷൻ തന്നെ പറഞ്ഞല്ലോ, കുട്ടികൾക്ക് വേണ്ടിയുള്ള കവിതകൾ എഴുതി. കുട്ടികളുടെ കവിതകളെ ഏറ്റവും കുട്ടികളിലേക്ക് എത്തിക്കാവുന്ന രീതിയിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ശാസ്ത്ര വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളിലൊക്കെ നമുക്ക് തലമുറകൾക്ക് പകർന്നു തന്ന ഒരാളാണ് ജിനൻ മാഷ്. ഞാനും ജിനൻ മാഷും തമ്മിലുള്ള ബന്ധം തുടങ്ങുന്നത് ഞാനും ശോഭ മേഡമൊക്കെ പ്രവർത്തിക്കുന്ന ഗീതം സംഗീതം എന്ന ഞങ്ങളുടെ സുഹൃത്തുക്കൾ പലരും ഇവിടെ വന്നിട്ടുണ്ട്. ഗീതം സംഗീതത്തിൽ വെച്ചാണ് ഒരു അവതരണ ഗാനം എഴുതാൻ വേണ്ടി ഞങ്ങളുടെ പരിപാടികൾക്ക് ജിനൻ മാഷെ ഏൽപ്പിക്കാമെന്നാണ് സുകുമാരൻ എന്ന് പറഞ്ഞത്. അന്ന് എനിക്കറിയില്ല ജിനൻ മാഷെ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ കവിത എഴുതുന്ന ഒരാളാണ്. ജിനൻ മാഷ അനുജൻ ഇവിടെ ഉണ്ടോ? ജിനൻ മാഷ അനുജൻ്റെ ഈ സിനിമാ പോസ്റ്ററുകൾ, പാട്ടുപുസ്തകങ്ങൾ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കളക്ഷനുള്ള ആളാണ്. അതിൻ്റെ ഒരു എക്സിബിഷൻ ഞങ്ങൾ വെച്ചു, ഗീതം സംഗീതം. വളരെ വലിയ വിജയമായിരുന്നു. കാരണം അദ്ദേഹം ഇത്രയും കാലത്തെ
പലതരത്തിലുള്ള പോസ്റ്ററുകൾ, സിനിമാ നോട്ടീസുകൾ, പാട്ടുപുസ്തകങ്ങൾ, അതിൻ്റെയൊക്കെ അവിടെ വെച്ചാണ് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ വസന്തൻ മാഷ് അല്ലേ, വസന്തൻ, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനാണ് ജിനൻ മാഷ് എന്ന് പറയുന്നത്. അങ്ങനെ ജിനൻ മാഷ് ഞങ്ങളുടെ ഗീതസംഗീതത്തിന് വേണ്ടി ഒരു പാട്ട് എഴുതിയിട്ട് സരിഗമ പാടുന്ന സംഗീത സാഗര തിരയാവുക, അങ്ങനെ തിരകളാവുക, നമുക്ക് എല്ലാവർക്കും ഈ സംഗീത സാഗരത്തിൽ ഒരു തിരയാവാം എന്ന ഒരു ആശയം വരുന്നൊരു അതിഗംഭീരമായിട്ടുള്ളൊരു പാട്ടായിരുന്നു അത്. പിന്നീട് ജിനൻ മാഷ് ഞങ്ങളുടെ 2 മാസം കൂടുമ്പോൾ നടത്തുന്ന അംഗങ്ങളുടെ സംഗീത പരിപാടിയിൽ വരും, പാട്ട് പാടും, കവിത ചൊല്ലും. അങ്ങനെ വളരെ അടുപ്പമുള്ള ഒരു സ്നേഹിതനായി മാറി ജിനൻ മാഷ്. ജിനൻ മാഷ് ഓസ്ട്രേലിയയിൽ പോയ സമയത്ത് അവിടെ നിന്ന് വിളിച്ചിട്ട് ഒരു പരിപാടിക്ക് വേണ്ടി ഒരു പാട്ട് പാടുകയോ ആശംസ കൊടുക്കുകയോ എന്തൊക്കെയോ ചെയ്യാൻ ഞാനും ഇന്ത്യയിലേക്കും ചെയ്തിട്ടുണ്ട്. ജിനൻ മാഷെ പോലെ ഒരാളെ അദ്ദേഹത്തിൻ്റെ കവിതാ ജീവിതത്തിൻ്റെ 50 വർഷത്തിൽ ആദരിക്കുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ എന്ന നിലയിൽ മാത്രമല്ല, ഞങ്ങളുടെ സംഗീത സംഘടനയിലുള്ള ഏക കവി എന്ന രീതിയിലുള്ള വലിയ ആദരമായിട്ട് ഞാൻ അതിനെ കാണുകയാണ്. ഞാൻ എന്തായാലും ഇവിടെ അധികമൊന്നും സംസാരിക്കുന്നില്ല, കാരണം ഇനി ഇവിടെ കവിത പാടുന്നുണ്ട്, ഇന്ദുലേഖ പാടുന്നുണ്ട്, പിന്നെ ശോഭ മേഡം പാടുന്നുണ്ട്. അപ്പോൾ ഞാൻ ജിനൻ മാഷിൻ്റെ 50ാം പിറന്നാളായതുകൊണ്ട്, സുവർണ ജൂബിലി ആഘോഷമായതുകൊണ്ട്, അപ്പോൾ 75-ൽ കവിത എഴുതി തുടങ്ങി കാണണം. ഞാൻ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു കവിത വായിച്ചുകൊണ്ട്, ഞാൻ കവിത വായിക്കില്ല, ഞാൻ കവിത പാടുകയാണ് ചെയ്യുക. എനിക്ക് കൂടുതൽ അടുപ്പം പാട്ടുകളോടാണ്, ഈണങ്ങളോടാണ്. ഈണം, താളം, അതൊക്കെയാണ് നമ്മുടെ ഇഷ്ടം. അതിരുകളില്ലാതെ എന്ന കവിത അതിനാണ് ഞാൻ ഈ കണ്ണടയൊക്കെ എടുത്ത് വെച്ചത്. എന്നെ പൊതുവെ ഇന്ന് കണ്ണട വെച്ചു. അതിരുകളില്ലാതെ അക്ഷരമുറ്റത്തായിരമോമൽ തുമ്പി പറക്കുന്നു, അക്ഷരമുറ്റത്തായിരമോമൽ തുമ്പി പറക്കുന്നു, അഗ്നിച്ചിറകിൽ വാക്കിലൊരത്ഭുത ഭാഷ പിറക്കുന്നു, അഗ്നിച്ചിറകിൽ വാക്കിലൊരത്ഭുത ഭാഷ പിറക്കുന്നു. അമ്പരമുറ്റത്തമ്പിളി നിന്നു ചിരിച്ചുമയങ്ങുമ്പോൾ നക്ഷത്രം കൺചിമ്മി മനസ്സിൽ സ്വപ്നം ഞൊറിയുന്നു. അമ്പരമുറ്റത്തമ്പിളി നിന്നു ചിരിച്ചുമയങ്ങുമ്പോൾ നക്ഷത്രം കൺചിമ്മി മനസ്സിൽ സ്വപ്നം ഞൊറിയുന്നു. ദൂരാകാശം തേടി ഭാവന ദൂതു പറക്കുമ്പോൾ, ദൂരാകാശം തേടി ഭാവന ദൂതു പറക്കുമ്പോൾ കാവ്യാകാശ പക്ഷികൾ ദൂരക്കാഴ്ചകൾ കാണുന്നു. ഉത്സുകമുള്ളിലുണർത്തും ചോദ്യമുയർത്തി വരുന്നോരേ, ഉത്സുകമുള്ളിലുണർത്തും ചോദ്യമുണർത്തി വരുന്നോരേ, ഉത്തരമോരോ നഴിയും വേളകൾ ഉത്സവമാകുന്നു, ഉത്തരമോരോ നഴിയും വേളകൾ ഉത്സവമാകുന്നു. അക്ഷരമുറ്റത്താടിയുലഞ്ഞു പഠിച്ചു പറക്കാനായി അക്കര ഇക്കര നിന്നു തിടക്കം ഊട്ടിവരുന്നോരേ, അക്ഷരമുറ്റത്താടിയുലഞ്ഞ് പഠിച്ചു പറക്കാനായി അക്കര ഇക്കര നിന്നു തിടുക്കം ഊട്ടിവരുന്നോരേ, ആകാശത്തിൻ അതിരുകൾ തേടി അലഞ്ഞു വരുന്നോരേ, അറിവിൻ അതിരുകളില്ലെന്നുള്ളോരറിവും അറിഞ്ഞോളൂ, അറിവിൻ അതിരുകളില്ലെന്നുള്ളോരറിവും അറിഞ്ഞോളൂ. ഈ കവിത വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ തറച്ച വാക്കുകൾ ഇതാണ്: അറിവിൻ അതിരുകൾ ഇല്ലെന്നുള്ളൊരു അറിവും അറിഞ്ഞോളൂ. അപ്പോൾ ഇത് കുട്ടികൾക്ക് പാടുമ്പോൾ ചന്തം, കുട്ടികൾ പാടുമ്പോൾ അതിനേക്കാൾ സന്തോഷം, ഓമനത്വം. പക്ഷെ അവസാനത്തെ വരി എത്തുന്നത് കുട്ടികൾക്കല്ല, നമുക്ക് തന്നെയാണ്. ജിനൻ മാഷ് ഉള്ളിൽ മരിക്കാത്തൊരു കുട്ടിയുള്ളത് കൊണ്ടാണ് ഇപ്പോഴും അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടി പാട്ട് എഴുതുന്നത്. ജിനൻ മാഷ് ഉള്ളിൽ അതിനേക്കാൾ വലിയൊരു കുട്ടിയുള്ളത് കൊണ്ടാണ് അറിവിൻ അറിവുകളില്ലെന്നുള്ളോ ഒരറിവും അറിഞ്ഞോളൂ എന്ന് എഴുതുന്നത്. ജിനൻ മാഷെ പോലുള്ള സുഹൃത്തുക്കളെ ഉണ്ടായത് തന്നെയാണ് നമ്മുടെയൊക്കെ ഭാഗ്യം. ഈ ജിനൻ എന്ന് പറയുമ്പോൾ അത് ആ ജിനനാണോ ഈ ജിനനാണോ എന്നൊരാളെന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ജിനനാണ്, ഈ ഒരേ ഒരു ജിനൻ.
വളരെ സന്തോഷം. നല്ല ചൂടുമാണ്. സത്യം പറഞ്ഞാൽ ഈ ചങ്ങമ്പുഴയുടെ പേരിലാണ് ഹോള് എന്നൊക്കെ ഉണ്ടെങ്കിലും ചങ്ങമ്പുഴയുടെ ഒരു കവിത വായിക്കുന്ന സുഖം ഈ ഹോളിലില്ല. ജിനമാഷ്ട കവിത വായിക്കുന്ന സുഖവുമില്ല. നമുക്കിത് പുറത്ത് നമുക്ക് ആ ബഷീർ വേദിയിലൊക്കെ നല്ല കാറ്റൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് വെച്ച് നടത്താമായിരുന്നു തോന്നുന്നു. കാരണം അക്കാഡമി സമ്മതിക്കുമെന്നറിയില്ല. അക്കാഡമി ചിലപ്പോൾ അത് അനുവദിക്കുന്നുണ്ടാവില്ല. നമ്മൾ പിന്നെ അക്കാഡമിയും ഒന്നും അല്ലാത്തത് കൊണ്ടും നമുക്ക് അക്കാഡമിയെ കൊണ്ട് വലിയ ഗുണമൊന്നും ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. എന്തായാലും ജിനമാഷ്ട കാവ്യജീവിതം 50 വർഷം കഴിഞ്ഞ് 60 വർഷമാകുമ്പോൾ അത് വജ്ര ജൂബിലിയാവും. 75 വർഷമാകുമ്പോൾ എന്ത് ജൂബിലിയാവും? പ്ലാറ്റിനം ജൂബിലിയാവും. 100 വർഷമാകുമ്പോൾ അത് ശതാബ്ദിയാവും. ജിനമാഷ്ട ഇനിയും ഒരുപാട് കാര്യം എഴുതട്ടെ. പേര് പോലെ തന്നെ പ്രിയപ്പെട്ട ജിനം മാസ്റ്റർക്ക് എല്ലാ വിധത്തിലുള്ള ആശംസകളും നേരുന്നു. ഇനിയും കുട്ടികളെ വലിയവരാക്കാനും വലിയവർ എന്ന് വിചാരിക്കുന്ന പ്രായം കൊണ്ടാണ് ഞങ്ങളെയൊക്കെ കുട്ടികളാക്കാനും ജിനം മാസ്റ്റർക്ക് കഴിയട്ടെ. ജിനം മാസ്റ്റർ കാവ്യ ജീവിതത്തിന് അദ്ദേഹം ഒരുപാട് കവിതകൾ എഴുതട്ടെ. മാത്രമല്ല ഞങ്ങളെപ്പോലുള്ളവർക്ക് പാടാനുള്ള പാട്ടുകളും എനിക്കും ശോഭ മാഡത്തിനും ഒക്കെ പാടാനുള്ള പാട്ടുകളും ജിനം മാസ്റ്റർ എഴുതി തരട്ടെ. അതിനും കൂടെ അദ്ദേഹവുമായിട്ടുള്ള സ്നേഹം കൊണ്ട് ഞങ്ങൾക്ക് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അഭിമാനത്തോടു കൂടി കാവ്യശിഖയുടെ പരിപാടിയാണെങ്കിലും ഞാനിവിടെ നിൽക്കുന്നത് ജിനം മാഷൻ ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ ഒരു ആള് എന്ന രീതിയിൽ. ജിനം മാസ്റ്റർക്ക് ഞങ്ങളുടെ സുഹൃത്തുക്കൾ പലരും വരുന്നുണ്ട്. ഞങ്ങളുടെ സംഗീത സംഘടനയായ ഗീതം സംഗീതത്തിൻ്റെ പേരിലുള്ള സുവർണ ജൂബിലി അരനൂറ്റാണ്ടിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഈ ഒരു സ്നേഹ സംഗമം ജിനരശ്മി ഉദ്ഘാടനം ചെയ്തതായി വളരെ ഹൃദയപൂർവ്വം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കും. നന്ദി സർ. അടുത്തതായി മുഖ്യാതിഥിയായി എത്തിയിട്ടുള്ള നമ്മുടെ സ്വന്തം ഇന്ദുലേഖ വാര്യർ, ഇന്ത്യൻ പിന്നണി ഗായികയും അതുപോലെ തന്നെ സംഗീത സംവിധായകയും റാപ്പറും അഭിനേത്രിയും കൂടിയായ ഇന്ദുലേഖ വാര്യരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ജിനരശ്മി എന്ന ഈ പരിപാടിയിലെ അധ്യക്ഷനായിട്ടുള്ള രാവുണ്ണി മാഷ്, ഉദ്ഘാടനം ചെയ്ത അച്ഛൻ ബിജു ബാലകൃഷ്ണൻ സാർ, ശോഭ ആൻറ്റി, റീബ ടീച്ചർ, മറ്റ് വിശിഷ്ടാതിഥികൾ, ഏറ്റവും പ്രിയപ്പെട്ടവരെ, കുട്ടികളെ, ഇവർക്ക് നമസ്കാരം. ജിനൻ മാഷുമായിട്ടുള്ള എൻ്റെ ബന്ധം കവിതകളിൽ കൂടെ തന്നെയാണ്. അങ്ങനെയാണ് ഞാൻ കൂടുതൽ അടുത്തത്. അപ്പോൾ ജിനം മാഷിൻ്റെ കവിതകളുടെ 50 ആണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് തരാവുന്ന ട്രിബ്യൂട്ട് അല്ലെങ്കിൽ എനിക്ക് തരാവുന്ന സ്നേഹം എന്ന് പറയുന്നത്, ഞാൻ എവിടെയൊക്കെ പോകുന്നുണ്ടോ, എവിടെയൊക്കെ ക്ലാസ് എടുക്കാനും കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും പോകുന്നുണ്ടോ അവിടെയൊക്കെ മാഷിൻ്റെ ഓരോ കവിതകളായിട്ട് ചൊല്ലി പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ അതിലൂടെയാണ് മാഷ് എപ്പോഴും ഓർക്കാറുണ്ട്. എൻ്റെ ഓൺലൈൻ വർക്ക്ഷോപ്സിലാണെങ്കിലും കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ, HNCയുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ, പിന്നെ മാതൃഭൂമിയുടെ പുസ്തകോത്സവത്തിന് എന്താ പറയുക വെക്കേഷന് ഭാഗമായിട്ടുള്ള ക്യാമ്പ്, ഇനിയിപ്പോൾ ഇതാ വരാൻ പോകുന്ന മനോരമ ഹോർത്തൂസ്, ഇതിലൊക്കെ ഞാൻ മാഷിൻ്റെ കവിതകൾ ഒരെണ്ണെങ്കിലും പഠിപ്പിക്കാറുണ്ട് കുട്ടികളെ. ഇതിനെല്ലാം കാരണം ആദ്യം സോഷ്യൽ മീഡിയയിലിട്ട കുറച്ച് കവിതകളാണ്. അപ്പോൾ എനിക്കൊരു സപ്പോർട്ടും കൂടി തരാൻ മാഷ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ എന്താ പറയുക കാവ്യയാത്രയിൽ, കാവ്യാലാപന യാത്രയിൽ വലിയൊരു കോൺട്രിബ്യൂഷൻ തരാൻ ജിനൻ മാഷ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാഷ്ക്ക് അത്രയും സ്വീറ്റായിട്ടുള്ള കവിതകൾ കാരണമാണ് ഇത്രയും പേര് കണ്ടതും ഇത്രയും ഷെയർ ചെയ്തതും എല്ലാം. അപ്പോൾ മാഷിൻ്റെ കവിതകളെ പറ്റി കൂടുതൽ പറയാൻ ഞാൻ ആളല്ല, അത്രയും ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ പഠിപ്പിക്കുന്നതും ചൊല്ലുന്നതും ഒക്കെ. അപ്പോൾ ഇനിയും എഴുതാൻ, ഇനി ഒരുപാട് വർഷം എഴുതാൻ, 100 വർഷത്തോളം എഴുതാൻ മാഷിക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. എനിക്ക് കവിതകൾ ചൊല്ലുകയാണ് നല്ലതെന്ന് പറയുന്നു, വെറുതെ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ മാഷിൻ്റെ കവിതകളിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള 2-3 കവിത ചൊല്ലാം. എനിക്ക് മാഷിൻ്റെ കവിതകൾ എടുക്കുമ്പോൾ മിക്കവാറും ഒരേ ഒരു ട്യൂണാണ് എൻ്റെ തലയിൽ വരിക. അതെന്തുകൊണ്ടാണ് എനിക്ക് അറിഞ്ഞൂടാ. ആ ട്യൂണിലുള്ള ഒരു കവിത ചൊല്ലാണ്. പലതരം കിഴികൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിതയാണ്.
കതിരണിപ്പാടത്ത് കൊത്തിപ്പെറുക്കുന്ന കിളികൾ പലതാണ്, ചിറകടിയൊച്ച പലതാണ്, ചിലതിന് പലവർണ്ണ ചേലാണ്. കതിരണിപ്പാടത്ത് കൊത്തിപ്പെറുക്കുന്ന കിളികൾ പലതാണ്, ചിറകടിയൊച്ച പലതാണ്, ചിലതിന് പലവർണ്ണ ചേലാണ്. പാടാൻ കൊതിയാർന്ന് പാലപ്പൂ ചുണ്ടുകൾ ചാലി പിളർക്കുന്നവ, ആടാൻ കൊതിയാർന്ന് ചിറകുകൾ ചേലിൽ വിരിക്കുന്നവ. കുളിരണിപ്പാടത്തിലെത്തും കിളികൾക്ക് കളികൾ പലതാണ്, കൂടിക്കളിക്കാൻ വരുന്ന കിളികൾക്ക് കൂട്ടുകാർ വേറെയാണ്. പാട്ടുകൾ വേറെയാണ്, ആട്ടങ്ങൾ വേറെയാണ്, ആടകൾ വേറെയാണ്. എന്നാലും ഇന്നിവർക്കൊന്നായി പറക്കുവാൻ ആകാശമൊന്നാണ്. എന്നാലും ഇന്നിവർക്കൊന്നായി പറക്കുവാൻ ആകാശമൊന്നാണ്, ആകാശമൊന്നാണ്, ആകാശമൊന്നാണ്. പലതരത്തിലുള്ള ആളുകളുണ്ടെങ്കിലും നമ്മളെല്ലാം ഒരേ ആകാശത്തിന് കീഴെ ഒരേ ആകാശത്തിന് താഴെയാണ്, ഭൂമിയിലാണ് ജീവിക്കുന്നത് എന്നുള്ള വലിയ, അത് പല പല തലങ്ങളുണ്ട്. ഞാൻ ഓരോ പ്രാവശ്യം ഓരോന്ന് ഇങ്ങനെ ആലോചിച്ചുണ്ടാക്കാറുണ്ട്. അപ്പോൾ അത്രയും വലിയൊരു മെസ്സേജ് ഇത്രയും സ്വീറ്റായിട്ട് പറയാൻ ജിനൻ മാഷ്ക്ക് പറ്റുള്ളൂ. പിന്നെ ഏതാ ചൊല്ലണ്ടേ? ഒന്നാനം പൈങ്കിളി, അതാണോ? ആരെല്ലാം ഇത് സ്കൂളിലൊക്കെ പഠിക്കുന്നതാണ്. സ്കൂളില് ആരെല്ലാം വന്നു കാവിലെ പൂരത്തിന്. ഇതിനും ഞാൻ സെയിം ട്യൂണാണ് കൊടുത്തിരുന്നേ. ഓക്കെ, ഇത് നമുക്ക് കൈയടിച്ച് പാടാം. കാവിലെ പൂരത്തിനാരു വന്നു, കാണാമറയത്തെ കാറ്റു വന്നു, ചാഞ്ഞൊന്ന് നോക്കി ചെരിഞ്ഞു നോക്കി, ചാമ്പയ്ക്ക മുമ്പിലെ കാക്ക വന്നു. കാവിലെ പൂരത്തിനാരു വന്നു, കാണാമറയത്തെ കാറ്റു വന്നു, ചാഞ്ഞൊന്നു നോക്കി ചെരിഞ്ഞു നോക്കി, ചാമ്പയ്ക്ക മുമ്പിലെ കാക്ക വന്നു. ആനയെ കാണുവാൻ കുന്നുകേറി 1000 ആളുകൾ വന്നു ചേർന്നു, കൊട്ടുന്നു കേൾക്കാൻ കുരവ കേൾക്കാൻ കുട്ടികൾ കൂട്ടമായി ആർത്തു വന്നു. കാറ്റിലാടും കളിപ്പമ്പരങ്ങൾ, ഓടക്കുഴൽ മയിൽ പീലികളും കാണിച്ചു വിൽക്കുവാൻ എങ്ങു നിന്നോ വാണിഭക്കാരൊരു പാടുവന്നു. ഒക്കെയും കാണുവാൻ അമ്മ തൻ്റെ ഒക്കത്തിരുന്നു കൊണ്ടമ്മു വന്നു. ഒക്കെയും കാണുവാൻ അമ്മ തൻ്റെ ഒക്കത്തിരുന്നു കൊണ്ടമ്മു വന്നു. ഒക്കെയും കാണുവാൻ അമ്മ തൻ്റെ ഒക്കത്തിരുന്നു കൊണ്ടമ്മു വന്നു. ഒക്കത്തിരുന്നു കൊണ്ടമ്മു വന്നു. ഒക്കത്തിരുന്നു കൊണ്ടമ്മു വന്നു. താങ്ക് യു സോ മച്ച്. അപ്പം മാഷ്ക ഈ പറഞ്ഞ പോലെ ഇനി എഴുതാൻ കഴിയട്ടെ, മറ്റുള്ളവർക്കായി വേദി നിൽക്കുന്നു. അയ്യോ അയ്യോ വേണ്ട വേണ്ട, ഒരു കവിതയും കൂടി ചൊല്ലാം ഞാൻ. റാപ്പ് അല്ല, നോക്കട്ടെ. റാപ്പ് ഇനി പുതിയത് വന്നിട്ട് ഞാൻ പാടുള്ളൂ, തീരുമാനിച്ചിരിക്കുക.
എനിക്ക് ഓർമ്മയില്ല. ഇത് ഞാൻ ചൊല്ലിയിട്ടുണ്ട് ബുക്കിന് വേണ്ടിയിട്ട്. QR QR വരും എന്നൊക്കെ അറിയാം. എനിക്ക് ഓർമ്മയില്ല അതെങ്ങനെയാണ്. റാപ്പ് എന്നൊന്നും പറയണ്ട കേട്ടോ, ഞാനിങ്ങനെ വെറുതെ ചൊല്ലാം. ചാറ്റി വന്ന കിട്ടിയെന്നുള്ളത്. വീട്ടിനുള്ളിൽ കട്ടിന്മേലെ കുട്ടിയുറങ്ങുമ്പോൾ ഒറ്റ ജന്നൽ നെറ്റിലൂടെ ചാറ്റി വന്നു പൂച്ച. പൂച്ചയുടെ കയ്യിലൊരു ലാപ്പിരിപ്പുണ്ട്. രാത്രി കണ്ണിൻ ബാറ്ററി ഫുൾ ചാർജിലായിട്ടുണ്ട്. വായ് പൊളിച്ചും പല്ലിളിച്ചും ഹായ് പറഞ്ഞു പൂച്ച. മ്യാവു മ്യാവു വീണ മീട്ടി നാവു നീട്ടി പൂച്ച. ചാടിയ ജന്നൽ പടിയിൽ ചാരി നിന്നു പൂച്ച. കുട്ടി നീ ഉറങ്ങയാണോ വാതിൽ പൂട്ടി സ്വസ്ഥം. പോരണോ നീ വാൽ വളച്ച് ചോദ്യചിഹ്നമായി. കുട്ടി കട്ടിൽ വിട്ടുണർന്നിട്ടില്ല എന്തോ കഷ്ടം. കാലു നീട്ടി കൈ ചുരുട്ടി നാലുപാടും പൂച്ച. കുട്ടി നോക്കിയില്ലയൊട്ടും പെട്ടുപോയി പൂച്ച. ആറ്റുനോറ്റു വന്നു പക്ഷെ തോറ്റുപോയി പൂച്ച. എത്രയോ ഇമോജികൾ ഇട്ടു നോക്കി പൂച്ച. എൻ്റെ പേര് കിറ്റി എന്നെടുത്ത് ചൊല്ലി പൂച്ച. പേരെടുത്ത് ചൊല്ലിയിട്ടും കേട്ടതില്ല കുട്ടി. എന്ത് കുട്ടിക്കറിയില്ലേ നെറ്റ് ചാറ്റു ഭാഷ. പെട്ടെന്നുയർന്നു കുട്ടി എട്ടു ദിക്കും നോക്കേ. പൂച്ചയില്ല, പൂച്ച കയറി വന്ന മട്ടുമില്ല. തപ്പിൽ കുട്ടി താഴെ വന്ന് തപ്പി നോക്കിയിട്ടും കിട്ടിയില്ല കുട്ടിക്കൊരു പൂട പോലും ബാക്കി. അപ്പോൾ കുട്ടി കണ്ട പൂച്ച അസലോ ഇമോജിയോ. അപ്പൊ കിട്ടി കണ്ട കുട്ടി വാവയോ വെറും പാവയോ. ഓക്കെ, താങ്ക് യു സോ മച്ച്.